തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുമായി കോൺഗ്രസും സഹകരിച്ചേക്കില്ല. അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പാർട്ടി ഭാഗമായേക്കില്ലെന്ന സൂചനയാണ് എഐസിസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ പങ്കുവെക്കുന്നത്. സമിതിയിലേക്ക് ആരെയും നാമനിർദ്ദേശം ചെയ്യില്ലെന്നും തൃണമൂലിനും സമാജ്വാദി പാർട്ടിയും നേരത്തെ നിലപാടെടുത്തതോടെ ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ പക്ഷേ കോൺഗ്രസും ഇടത് പാർട്ടികളും ഈ പാർലമെന്ററി സമിതിയുടെ ഭാഗമാകണം എന്നുള്ളൊരു നിലപാടിൽ തന്നെ ആയിരുന്നല്ലോ. പിന്നീട് ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്നോട്ട് വലിയുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത തന്നെയാണ് കോൺഗ്രസിനെ ഇപ്പോൾ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കാരണം നേരത്തെ തന്നെ ആദ്യം രംഗത്ത് വന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും അവരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. കാരണം ഈ ബില്ലിന്റെ ഭാഗമാകേണ്ടതില്ല, JPCയുടെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് ആദ്യം മുതൽ സ്വീകരിച്ചത്. ഡെറിക് ഒബ്രയൻ തന്നെ പരസ്യമായി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ബില്ലിൽ എന്താണ് പാർട്ടിയുടെ നിലപാട് എന്ന് ബില്ല് കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ സഭയിൽ വ്യക്തമാക്കിയതാണ്. മാത്രവുമല്ല, JPC എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ് എന്ന തരത്തിലുള്ള പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു. കാരണം സർക്കാർ അവരുടെ കാര്യങ്ങൾ കൃത്യമായി സർക്കാരിനനുസരിച്ച് തീരുമാനങ്ങൾ നടപ്പാക്കുന്നു. അപ്പോൾ JPCയുടെ ഭാഗമാകേണ്ടതില്ല. പാർട്ടി നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഡെറിക് ഒബ്രയൻ പറഞ്ഞു. സമാനമായ നിലപാട് സ്വീകരിക്കുകയും സമാജ്വാദി പാർട്ടിയും ചെയ്തു. അതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയും അതേ നിലപാടിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി എത്തിച്ചേർന്നിരുന്നു. സഞ്ജയ് സിംഗ് വ്യക്തമാക്കിയ കാര്യം, ഇത് അഴിമതി ഇല്ലാതാക്കാനല്ല ഇത്തരത്തിലുള്ള ബില്ല് സർക്കാർ കൊണ്ടുവന്നത്, മറിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സർക്കാരുകളെ ദുർബലമാക്കുക, പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുക, അതിന് ബലം കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നെന്ന വാദമാണ് ആം ആദ്മി പാർട്ടി നിരത്തിയത്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ തന്നെ JPCയുടെ ഭാഗമാകേണ്ടതില്ല എന്നൊരു അഭിപ്രായം ശക്തമായി വന്ന ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസും ഇത്തരത്തിൽ മാറ്റി ചിന്തിക്കാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായൊരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്ത് ഇതിന്റെ ഭാഗമാകില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ പറയുന്ന കാര്യം കോൺഗ്രസിന്റെ ഭാഗമാകാൻ ഈ ഘട്ടത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇടത് പാർട്ടികളും കോൺഗ്രസും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് JPCയുടെ ഭാഗമാകണം, JPCയുടെ ഭാഗമായാൽ മാത്രമേ അക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന കാര്യം അറിയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൂടി പിന്മാറുകയാണെങ്കിൽ മറ്റു പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഇടത് പാർട്ടികൾ അടക്കമുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഈ വിഷയത്തിൽ നിർണായകമാണ്. ഏതായാലും 31 അംഗ JPC ആണ് ഇതിനായി സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും